ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഞങ്ങൾ ചണ്ഡീദേവി ഹരിദ്വാറിൽ ചണ്ഡീദേവി മന്ദിറിൽ നിന്ന് അത് കണ്ട ശേഷം അതിൻ്റെ അടുത്ത് തന്നെയുള്ള 5.3 കിലോമീറ്റർ ദൂരത്തിലുള്ള ശ്രീ ദക്ഷ പ്രജാപതി മന്ദിറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഹരിദ്വാറിൽ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തോടുകൂടി ഞങ്ങൾ ഹരിദ്വാറിലുള്ള കാഴ്ചകൾ കണ്ട് മതിയാക്കി ഋഷികേശിലേക്ക് പോകാനാണ് തീരുമാനം. ഞങ്ങൾ ദശപ്രജാപതി മന്ദിറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ മന്ദിറിൻ്റെ അടുത്തെത്താറായി. വഴി മുഴുവൻ പാർവതീദേവിയുടെ വേറെ അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല. ഞങ്ങൾ നേരെ ദശപ്രജാപതി മന്ദിറിലേക്കാണ് വന്നത്. മുമ്പിൽ തന്നെ നിങ്ങൾക്ക് ഭഗവാൻ ശിവൻ സതീദേവിനെയും കയ്യിലെടുത്ത് നിൽക്കുന്ന ഒരു വലിയ പ്രതിമ കാണാൻ സാധിക്കും. ഇടതു ഭാഗത്ത് നിറയെ കടകളാണ്. അപ്പോൾ അവിടെ കാല് കഴുകാൻ വേണ്ടിയിട്ട് ഒരു കുഴൽ കിണറുണ്ട്. അതിൽ കാല് കഴുകിയിട്ട് ഞങ്ങൾ അകത്തേക്ക് നടക്കുകയാണ്. ഹരിദ്വാറിൽ കൻഹാൽ എന്നുള്ള സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ ആദ്യ ഭാര്യ, അതായത് ഭഗവാൻ ശിവൻ്റെ ആദ്യ ഭാര്യയായ സതീദേവിയുടെ ജന്മസ്ഥലമാണ് കൻഹാൽ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സതീദേവിയുടെ അച്ഛനായ മഹാരാജാവ് ദക്ഷൻ യജ്ഞം നടത്തിയ സ്ഥലത്താണ് പിന്നീട് ഈ അമ്പലം പണി കഴിപ്പിക്കപ്പെട്ടത്. ബ്രഹ്മദേവൻ്റെ മകനാണ് ദശമഹാരാജാവ്. അത് ഈ കാണുന്നതാണ് ദശമഹാരാജാവ് യജ്ഞം നടത്തിയ ദക്ഷയജ്ഞകുണ്ടെന്ന് അറിയപ്പെടുന്ന സ്ഥലം. അപ്പോൾ നിങ്ങൾ നേരെ നടന്ന് ചെല്ലുമ്പോൾ ഇടത് ഭാഗത്തായിട്ട് ഗംഗാനദിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഘാട്ടുണ്ട്. അപ്പം ഈ അമ്പലത്തിൻ്റെ ഇടത് ഭാഗത്തു കൂടി ഗംഗാനദി അതിൻ്റെ സർവ്വശക്തിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഗംഗാനദീൻ്റെ തീരത്തേക്ക് ചെന്നു. അപ്പോൾ ഇവിടെ ആൾക്കാർ കാല് കഴുകുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ ശിവൻ്റെ പ്രതിമയുണ്ട്, അതിൽ പൂജ ചെയ്യുന്നുണ്ട്. ഞങ്ങളിത് ഹരിദ്വാർ വിസിറ്റ് ചെയ്തത് സെപ്റ്റംബർ മാസത്തിലാണ്. ആ സമയത്ത് ഗംഗ ഇത്രയും ശക്തിയിൽ മുഴുവൻ നിറഞ്ഞ് ഒഴുകുകയാണ്. ഇപ്പോൾ വെള്ളത്തിലൊക്കെ ചവിട്ടുമ്പോഴാണെങ്കിൽ അത്രയും തണുത്തിരിക്കുകയാണ് വെള്ളം. ഇപ്പോൾ ഹിമാലയത്തിൽ നിന്ന് വരുന്നതല്ല, അതിൻ്റെ ആയിരിക്കും. പക്ഷേ ആക്ച്വലി ആ സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ് ചൂടിൻ്റെതായിരുന്നു. പക്ഷേ ഗംഗാനദിയിലെ വെള്ളം നല്ല തണുത്തിരിക്കുകയായിരുന്നേ. വളരെ ഒരു സൂത്തിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി ഈ ഗംഗാനദി കാണുന്നത്. ഇപ്പോൾ അവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഗംഗേനെ മലിനമാക്കാതെ സൂക്ഷിക്കാൻ എല്ലാവരും സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ഗംഗാനദി ഇത്തിരി വൃത്തിയുള്ളതായിട്ടാണ് തോന്നിയത്. പക്ഷേ ബാക്കി എല്ലായിടത്തും അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ കയറി ചെന്ന് കഴിയുമ്പോൾ സ്നാനം, ഗംഗയിൽ കാല കഴുകി ചെന്ന് കഴിയുമ്പോൾ ഇടത് ഭാഗത്ത് ഗംഗാദേവിയുടെ ഒരു പുരാതനമായ അമ്പലമുണ്ട്. അപ്പോൾ അവിടെ തൊഴുതിട്ട് നമ്മൾ പ്രധാന അമ്പലത്തിൻ്റെ അകത്തേക്ക് നടക്കണം. നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ശ്രീദക്ഷ മഹായജ്ഞകുണ്ടെന്ന് എഴുതി വെച്ച പ്രധാന മന്ദിറിലേക്കാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൺസ്ട്രക്ഷനും ആർക്കിടെക്ചറുമാണ്. ഇത്രയും ഭംഗിയുള്ള ആർക്കിടെക്ചറും കൺസ്ട്രക്ഷനൊക്കെയാണ് ഇതിൻ്റെത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ അമ്പലം അതിൻ്റെ അകത്തുള്ള പെയിൻറ്റിങ്സും ഒക്കെ അത്രയും ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 1810 ഈ അമ്പലം ആദ്യമായിട്ട് നിർമ്മിക്കപ്പെടുന്നത്. പിന്നെ അതിനുശേഷം 1962 അത് റീകൺസ്ട്രക്ട് ചെയ്തു. ഇത് ദക്ഷയാഗം നടത്തിയ കപില മഹർഷീൻ്റെ നേതൃത്വത്തിലാണ് ദക്ഷയാഗം നടത്തിയത്. അപ്പോൾ കപില മഹർഷീൻ്റെ പോർട്രേറ്റാണ് അവിടെ കാണുന്നത്. വേറെ അത് കൂടാണ്ട് ഇഷ്ടംപോലെ ഉപദേവ ക്ഷേത്രങ്ങളും ഇതിൻ്റെ സൈഡിലായിട്ട് കാണാം. ശ്രാവൺ മാസത്തിൽ ഭഗവാൻ ശിവൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഋഷികേശിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് വഴിയിലുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇത് ഞങ്ങൾ ഇന്നലെ ഗംഗാരതി കാണാൻ പോയ സമയത്ത് തന്നെ ഗംഗയുടെ സൈഡിൽ ഒരു വലിയ ശിവൻ്റെ പ്രതിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക്, പിന്നെ തിരിച്ചു പോകുന്ന വഴിക്കാണ് ആ പ്രതിമ ഉള്ളത്. അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് കണ്ടേക്കാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ അവിടെ ഓട്ടോ നിർത്തിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. വലിയ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല ആക്ച്വലി. ശിവൻ്റെ ഒരു വലിയ ഉയരമുള്ളൊരു പ്രതിമ, അത്രയും പൊക്കത്തിൽ തൃശ്ശൂലം പിടിച്ചിട്ട് നിൽക്കുന്ന ഒരു പ്രതിമയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ സിഗ്നിഫിക്കൻസ് ഒന്നും അതിനില്ല. അപ്പോൾ അടുത്തായതുകൊണ്ട് തന്നെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി അങ്ങോട്ട് പോയി. ഇപ്പോൾ അവിടെ നിറയെ ആൾക്കാർ അവൻ്റെ അടുത്ത് പോവുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നേരെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ ആക്ച്വലി സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞ കാരണം ഞങ്ങളുടെ ഓട്ടോ ഡ്രൈവർ അവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട്
അത് കാരണമാണ് ഞങ്ങൾ ആ ഹോട്ടൽ ആ റെസ്റ്റോറൻറ്റിൽ പോയത്. അപ്പോൾ അവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്താണ് ചോലെ ഭട്ടൂരയും ആണ് പ്രിഫർ ചെയ്തത്. പിന്നെ ഹനിക്ക് വേണ്ടിയിട്ട് ദോശയും വാങ്ങിച്ചു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് ഹോട്ടൽ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഞാൻ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം വണ്ടിയിലാണ് പോയതെങ്കിലും ഇപ്പോൾ ഹരിദ്വാറിൽ ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഒരു ഓട്ടോ ഹയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം രാവിലെ 5:30 വന്നാണ് ഡ്രൈവർ. ഇപ്പോൾ ഏതാണ്ട് 11 മണിയായി. ഇപ്പോൾ വന്നിട്ട് വെറും 1000 രൂപ മാത്രമാണ് വാങ്ങിച്ചത്. ഞങ്ങൾ തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി. ഞങ്ങൾ സ്വന്തം വണ്ടിയിൽ കയറി ഋഷികേശിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഋഷികേശിലേക്ക് ഇവിടുന്ന് ഇപ്പോൾ കാണിക്കുന്ന ദൂരം 22 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ 1.5 ഹവറാണ് ഇപ്പോൾ ഗൂഗിൾ പറയുന്ന സമയം. ഞങ്ങൾ ഒരു 11:30 ആയപ്പോഴത്തേക്കും ഹരിദ്വാറിൽ നിന്ന് ഋഷികേശിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്നിട്ട് അവിടുന്ന് ഋഷികേശിൽ നീലകണ്ഠ് മഹാദേവ് മന്ദിറിൽ ആദ്യം പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഋഷികേശിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ടതിന് നന്ദി. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഋഷികേശിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.